ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SATC വിക്ടേഴ്സ് അക്കാദമി. നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ പാർട്ട് 4 ആണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലോസ് ആണ്. അതിനകത്ത് ലോസ് ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻസ് ഓർ ലോ ഓഫ് ഇക്വലൻ്റ് പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്ന ലോ ആണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻസ്. ഈ ലോ പറയുന്നതിന് മുന്നേ ഇതിൻ്റെ എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ 3 എലമെൻറ്റ്സ്, സപ്പോസ് എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്സ് അത് ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്തു. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും AB. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എയും ബിയും തമ്മിൽ മാസ് റേഷ്യോ ഉണ്ടാവും, ഒരു റേഷ്യോ ഉണ്ടാവും. ഇനി എ തന്നെ സി എന്ന് പറയുന്ന മറ്റൊരു എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്തു. അപ്പോൾ ഉണ്ടാവുന്ന രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് AC ആയിരിക്കും. ഓക്കെ, അപ്പോൾ എയും സിയും തമ്മിൽ ഒരു റേഷ്യോ ഉണ്ടാവും. ക്ലിയർ? ഓക്കെ, ഇനി ഈ ബിയും സിയും തമ്മിൽ കമ്പൈൻ ചെയ്ത് മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടാവും. അതാണ് മൂന്നാമത്തെ പ്രൊഡക്റ്റ്, ദാറ്റ് ഈസ് BC. ക്ലിയർ? അപ്പോൾ ബിയും സിയും തമ്മിലൊരു റേഷ്യോ ഉണ്ടാവും. അത് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. കണ്ടോ, ബിയും സിയും തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ എടുക്കുന്ന ഈ റേഷ്യോ ഇവർ തമ്മിൽ ചേർന്നുണ്ടാവുന്ന റേഷ്യോ എന്താണ്? ഒരു സിമ്പിൾ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ റേഷ്യോ ആയിരിക്കും എന്നുള്ളതാണ് ഈ ലോ പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി, ഇതിനകത്ത് 3 എലമെന്റ് ഉണ്ടെന്നും ഇവരൊക്കെ തമ്മിലാണെന്നൊക്കെ ഒരു ഐഡിയ ആണ് കിട്ടിയിട്ടുള്ളൂ. എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല, നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നതിൽ ഒരു ചെറിയ കൺസെപ്റ്റ് ഇതാണ്. 3 എലമെന്റ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് എലമെന്റ് എ എന്ന് സങ്കല്പിക്കുക, സെക്കൻഡ് എലമെന്റ് ബി എന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ എയും ബിയും തമ്മിൽ ഒരു കോമ്പൗണ്ട് ഉണ്ട്. തേർഡ് എലമെന്റ് സി എന്ന് സങ്കല്പിച്ചാൽ എയും സിയും തമ്മിൽ ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബിയും സിയും തമ്മിൽ ഒരു കോമ്പൗണ്ട് ഉണ്ടായാൽ ഈ ഒരു കേസിൽ നമുക്ക് ഈ പറയുന്ന എന്താണ് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻസ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എയും ബിയും തമ്മിലുണ്ടാവുന്ന കോമ്പൗണ്ട് എ ബിയും എയും സിയും തമ്മിലുണ്ടാവുന്ന കോമ്പൗണ്ട് എ സിയും ആണെങ്കിൽ ബിയും സിയും തമ്മിലുണ്ടാവുന്ന കോമ്പൗണ്ട് ബി സി ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിയും സിയും തമ്മിൽ ഒരു റേഷ്യോ ഉണ്ട്. അതുപോലെ തന്നെ എയും ബിയും തമ്മിൽ ഒരു റേഷ്യോ ഉണ്ട്, എയും സിയും തമ്മിൽ ഒരു റേഷ്യോ ഉണ്ട്. അപ്പോൾ ബിയും സിയും തമ്മിലുള്ള ഇവിടെയുള്ള റേഷ്യോ, ഇവിടെയുള്ള ഈ രണ്ട് കോമ്പൗണ്ടിൽ ബിയും സിയും തമ്മിലുള്ള റേഷ്യോ തമ്മിൽ റേഷ്യോ കാണുമ്പോൾ എന്താണ്? അതൊരു സിമ്പിൾ മൾട്ടിപ്പിൾ റേഷ്യോ ആയിരിക്കും എന്നുള്ളതാണ് ഈ ലോ പറയുന്നത്. നമുക്ക് ഈ ഒരു എക്സാമ്പിളിലേക്ക് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുന്നത് കോപ്പർ ആണ്. Suppose copper, Cu, copper react with sulfur. Okay, കോപ്പർ സൾഫറും കൂടി റിയാക്ട് ചെയ്യുന്നത് കോപ്പർ സൾഫൈഡ് ആണ്, CuS ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ കോപ്പർ സൾഫൈഡ് CuS, കോപ്പറും സൾഫറും തമ്മിലുള്ള റേഷ്യോ സാർ എഴുതാൻ പോവുകയാണ്. കോപ്പറിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 63.5 ആണ്. 63.5. സൾഫറിന്റെ എന്ന് പറയുന്നത് 32 ആണ്. ഓക്കെ, അപ്പോൾ കോപ്പർ സൾഫൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടായി. അതിനകത്ത് കോപ്പറിന്റെ അറ്റോമിക് മാസ് പീരിയോഡിക് ടേബിൾ നോക്കി നിങ്ങൾക്ക് കിട്ടും 63.5, സൾഫറിന്റെ 32. ക്ലിയർ? ഓക്കെ, ഇനി ഇവിടെ രണ്ടാമത്തെ ഞാനിവിടെ പറയുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ, അപ്പോൾ കോപ്പറും ഓക്സിജനും CuO എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു കോമ്പൗണ്ട് ഉണ്ടായി, CuO. അപ്പൊ CuOയും തമ്മിലുള്ള ബന്ധം അറിയണം. അത് നമുക്കറിയാം. ഇവിടെ കോപ്പർ നമുക്കറിയാം 63.5 റേസ് ടു ഓക്സിജൻ എത്രയാണ്? 60. ക്ലിയർ? ഇനി നമ്മൾ നോക്കേണ്ടത് ഈ രണ്ട് കോമ്പൗണ്ടിലും ആ രണ്ട് സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. സൾഫറും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ ചേർന്ന് അപ്പോൾ ഉണ്ടാവുന്നത് SO2 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ടിലെ സൾഫറും സെക്കൻഡ് കോമ്പൗണ്ടിലെ ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഇത് എടുക്കണം. ഓക്കെ, ദാറ്റ് ഈസ് 32/16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇംപ്ലൈസ് 32 divided by 16 equal to 2/1 equal to 2:1. This is the ratio. Okay,
സോ 1, 2 കോമ്പൗണ്ടുകൾ എടുത്തു, അതിന്റെ ലാസ്റ്റ് എലമെന്റുകൾ തമ്മിലുള്ള റേഷ്യോ എടുത്തു. ഓക്കെ, അത് ഞാൻ ഇവിടെ എഴുതി 2:1. സെക്കൻഡ്ലി, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇവർ തമ്മിലുള്ള കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോമ്പൗണ്ട് SO2. അപ്പൊ ഇവിടെ എസും ഓക്സിജനും തമ്മിലാണ് എന്താണ് റേഷ്യോ വരാം. സൾഫർ എത്രയാണ്? 32 ഓക്സിജൻ 2 ഉണ്ട്. അപ്പൊ അഗെയിൻ 32. ഓക്സിജൻ 16 16 × 2 32. സോ 32:32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ഡിവൈഡ് ബൈ 32 = 1/1 = 1. സോ ദ റേഷ്യോ ഇസ് 1:1. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇത് ഇവർ തമ്മിലുള്ള റേഷ്യോ, ഇത് ആദ്യത്തെ പ്രൊഡക്റ്റിലെ സൾഫർ ഓക്സിജൻ തമ്മിലുള്ള റേഷ്യോ. ഈ രണ്ട് റേഷ്യോ നിങ്ങൾ എന്താണ് പരിഗണിച്ചാൽ ദിസ് ഈസ് ഈക്വൽ ടു 2/1, ദാറ്റ് ഈസ് ഇംപ്ലൈസ് 2. ദിസ് ഈസ് 1/1 ഇംപ്ലൈസ് 1. അവസാനം പറഞ്ഞത്, അതായത് ഇവർ തമ്മിലുള്ള സെപ്പറേറ്റ് കാണുന്ന റേഷ്യോ 1ഉം അല്ലാതെയുള്ള ഒന്നാമത്തെ രണ്ടാമത്തെ കോമ്പൗണ്ടുകൾ തമ്മിൽ സൾഫറും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ 2 ആണ്. അതായത് ലാസ്റ്റ് പറഞ്ഞതിന്റെ ഡബിൾ ആണ്. സോ ഈ രണ്ടും തമ്മിലുള്ള റേഷ്യോ ഇസ് ഈക്വൽ ടു 2:1. അതൊരു സിമ്പിൾ എന്താണ് മൾട്ടിപ്പിൾ റേഷ്യോ അല്ലേ? അതെ, അതായത് താഴെയുള്ളതിന്റെ ഇരട്ടിയാണ് മോഡൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി സൾഫറും ഓക്സിജനും ഇൻഡിവിജ്വലി കാണുമ്പോൾ സൾഫറും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ 1:1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെപ്പറേറ്റ് കാണുമ്പോൾ, അതായത് കോപ്പർ സൾഫറുമായിട്ട് ഉണ്ടാകുന്നതിൽ സൾഫറും കോപ്പർ ഓക്സിജനുമായിട്ട് ഉണ്ടാകുന്ന ഓക്സിജനും തമ്മിൽ സൾഫർ ഓക്സിജൻ തമ്മിൽ കാണുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? 2:1 2. സോ താഴെയുള്ളതിന്റെ ഡബിൾ ആണ് മുകളിൽ പറഞ്ഞ എക്സാമ്പിൾ. സോ 2:1. അപ്പോൾ നമ്മൾ ഈ റേഷ്യോകൾ തമ്മിൽ റേഷ്യോ കാണുമ്പോൾ എന്തായിരിക്കും? അത് 2:1 ആയിരിക്കും. ദിസ് ഈസ് നോൺ ആസ് ദി ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻസ്. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ലോ എഴുതാം. അതിനുശേഷം ഒരു എക്സാം കൂടി നോക്കാം. According to this law, if 3 elements A, B, and C, if 3 elements A, B, and C, A, B, and C mutually combine to give binary compounds AB, BC, and AC. Okay. Then the ratio of the masses of B and C. Then the ratio of the masses of B and C, when they combine together, when they combine together is a simple multiple of the mass ratio of B and C. The mass ratio of B and C, in which they combine separately. In which they combine separately. ഇതാണ് ഈ ലോ. ദിസ് ലോ ഈസ് പുട്ട് ഫോർവേഡ് ബൈ റിച്ചർ എന്ന് പറയുന്ന ആളാണ് ഈ ലോ പറഞ്ഞത് കേട്ടോ. 1792 1792. If 3 elements A, B, and C, 3 എലമെന്റ് എയും ബിയും സിയും, സപ്പോസ് A, B, C, okay, mutually combine to give binary compounds AB, BC, and AC. എയും ബിയും തമ്മിൽ ചേർന്ന് AB ഉണ്ടായി, BC ഉണ്ടായി, AC ഉണ്ടായി. ഓക്കെ, then the ratio of the masses of B and C, അതായത് ഈ രണ്ടാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ സൾഫറും ഓക്സിജനും തമ്മിൽ കമ്പൈൻ ചെയ്തു. അപ്പോൾ സൾഫറും
ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ. വെൻ ദേ കമ്പൈൻ ടുഗദർ ഈസ് എ സിമ്പിൾ മൾട്ടിപ്പിൾ ഓഫ് ദ, അത് സിമ്പിൾ മൾട്ടിപ്പിൾ ആയിരിക്കും മാസ് റേഷ്യോ ഓഫ് ബി ആൻഡ് സി ഇൻ വിച്ച് ദേ കമ്പൈൻ സെപ്പറേറ്റ്ലി. അതായത് എ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇവർ തമ്മിൽ ചേർന്നുണ്ടായത്, ബി സി എന്ന് പറയുന്ന എ സി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇവർ തമ്മിൽ ചേർന്നുണ്ടായത്, അതിനകത്തുള്ള ബി സി, അതാണ് ഈ ആദ്യം പറഞ്ഞ കേസ്, ദ റേഷ്യോ ഓഫ് ദ മാസസ് ഓഫ് ബി ആൻഡ് സി. അതായത് എ ബി എന്ന പ്രൊഡക്റ്റിലെ ബിയും എ സി എന്ന പ്രൊഡക്റ്റിലെ സിയും എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ബിയും സിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഈ രണ്ടുപേരും പരസ്പരം ഒറ്റയ്ക്ക് ചേരുമ്പോൾ, അതായത് ബിയും സിയും തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാവുന്ന റേഷ്യോയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ബിയും സിയും തമ്മിൽ ഉണ്ടാവുന്ന റേഷ്യോ 5 ആണെങ്കിൽ എ ബിയും എ സിയും തമ്മിലുണ്ടാവുന്ന ബിയും സിയും തമ്മിലുള്ള റേഷ്യോ 5ന്റെ ഇരട്ടിയായിരിക്കാം, ചിലപ്പോൾ 3 ഇരട്ടിയായിരിക്കാം. അങ്ങനെയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നമ്മൾ സൾഫറും ഓക്സിജനും തമ്മിലെടുത്ത റേഷ്യോ 1 എന്ന് കിട്ടുമ്പോൾ സൾഫറും കോപ്പറും തമ്മിലും അതുപോലെ കോപ്പറും ഓക്സിജനും തമ്മിലും ഉണ്ടാകുന്ന കോമ്പൗണ്ടിലെ സൾഫറും ഓക്സിജനും തമ്മിൽ റേഷ്യോ 2 എന്ന് കിട്ടിയിരുന്നു. അപ്പോൾ സൾഫറും ഓക്സിജനും ഒറ്റയ്ക്ക് ചേരുമ്പോൾ കിട്ടുന്ന റേഷ്യയുടെ ഡബിൾ ആണ് സൾഫറും ഓക്സിജനും കോപ്പറുമായി ചേരുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടിൽ സൾഫറും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ. കിട്ടിയെന്ന് വിചാരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ ലോ ഓഫ് എന്താണ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ. നമുക്കൊരു എക്സാമ്പിൾ കൂടി ചെയ്യാം. For example, hydrogen sulfide contain 94.11% of sulfur. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, പിന്നെ ഓക്സിജൻ ഉണ്ട്. ഓക്കെ, ഹൈഡ്രജൻ സൾഫൈഡ് H2S. അവർ പറഞ്ഞ H2S 94.11% എന്താണ് സൾഫർ ആണ്. ഫസ്റ്റ് കേസ് H2S സൾഫർ എന്ന് പറയുന്നത് 94.11% എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഹൈഡ്രജന്റെ കണ്ടുപിടിക്കാം. ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഇത് കുറയ്ക്കാം. സോ യു വിൽ ഗെറ്റ് ഹൈഡ്രജൻ ഇസ് ഈക്വൽ ടു 5.89% ഹൈഡ്രജൻ. മൊത്തം 100% H2S എടുത്തു കഴിഞ്ഞാൽ സൾഫർ നമുക്ക് അതുണ്ട് 94.11%. ഹൈഡ്രജൻ എന്ന് പറയുന്നത് 5.89. നമ്മൾ പെർസെൻറ്റേജ് മാറ്റി അവിടെ എന്താണ് ഗ്രാം ആക്കുക. ഓക്കെ, അപ്പോൾ സൾഫർ 94.11 ഗ്രാം ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ എത്രയാണ് 5.89 ഗ്രാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഹൈഡ്രജനെ ഫിക്സ് ചെയ്യുക. 1 ഗ്രാം ഹൈഡ്രജനിൽ എത്ര സൾഫർ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. അത് കണ്ടുപിടിക്കും സൾഫറിന്റെ മാസ് ഡിവൈഡ് ബൈ ഹൈഡ്രജന്റെ മാസ്, ദാറ്റ് ഈസ് 94.11 ഡിവൈഡ് ബൈ 5.89. സോ യു വിൽ ഗെറ്റ് 50.98 ഗ്രാം ഓഫ് എന്താണ് സൾഫർ. കിട്ടിയല്ലോ. അപ്പൊ 1 ഗ്രാം ഹൈഡ്രജനിൽ 15.98 ഗ്രാം എന്താണ് സൾഫർ ഉണ്ട്. അത് അവിടെ നോക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മളത് ഇവിടുത്തെ എഴുതുകയാണ് 15.98 ഗ്രാം ഓഫ് സൾഫർ. ഇൻ ദിസ് കേസ് 1 ഗ്രാം ഹൈഡ്രജനിൽ 50.98 ഗ്രാം എന്താണ് സൾഫർ ഉണ്ട്. ഇനി സെക്കൻഡ് കേസ് എടുക്കാം. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇവിടെ ഹൈഡ്രജൻ ഓക്സിജനും തമ്മിൽ ചേർന്നിട്ട് അത് ഇവർ പറഞ്ഞേക്കണത് സൾഫർ ഡയോക്സൈഡ് വാട്ടർ കണ്ടെയ്ൻസ് 11.11% ഓഫ് എന്താണ് ഹൈഡ്രജൻ. വാട്ടർ കണ്ടെയ്ൻ H2O, ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്നിട്ടുണ്ടാവുന്നത് H2O വാട്ടർ എന്ന് പറയുന്നത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 11.11%. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഓക്സിജൻ കണ്ടുപിടിക്കാം. ഓക്സിജൻ എന്ന് പറയുന്നത് ബാലൻസ് ആയിരിക്കും. സോ ഓക്സിജൻ എത്ര ഉണ്ടാവും 88.89. സോ ഈ പെർസെൻറ്റേജ് മാറ്റാം, ഗ്രാം ആക്കാം. ഓക്കെ, ഇവിടെ എനിക്ക് ഓക്സിജന്റെ അളവ് കണ്ടെത്തണം. 1 ഗ്രാം ഹൈഡ്രജൻ എത്ര ഓക്സിജൻ. സോ ഇൻ 1 ഗ്രാം ഹൈഡ്രജൻ ഓക്സിജന്റെ അളവ് കണ്ടുപിടിക്കാൻ ഓക്സിജന്റെ മാസ് ആദ്യം എഴുതുക ഡിവൈഡ് ബൈ ഹൈഡ്രജന്റെ മാസ്. സോ യു വിൽ ഗെറ്റ് ദി ആൻസർ 8 ഗ്രാം ഓക്സിജൻ. ഓക്കെ, സാറ് മുകളിലേക്ക് എടുത്ത് എഴുതണം. ഇനി H2O, in H2O 1 gram hydrogen contain equal to 8 gram oxygen. 1 gram hydrogen ഇവിടെ 59.8 gram സൾഫർ വേണം. H2O 1 gram ഹൈഡ്രജൻ എത്ര വേണം
8 ഗ്രാം എന്താണ് ഓക്സിജൻ വേണം. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇനി സൾഫർ ആൻഡ് എന്താണ് ഓക്സിജൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പോകുക. ഓക്കെ, ഏതിനകത്ത് H2Sലും H2Oയിലുമുള്ള സൾഫറും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ കാണുക. അപ്പൊ അങ്ങനെ കാണുമ്പോൾ സൾഫറിന്റെ മാസ് ഇവിടെ 50.98, ഓക്സിജന്റെ 8. സോ ദ റേഷ്യോ ഈസ് 50.98 divided by 8. 50.98 is approximately is equal to 60. 60 by 8 is equal to 2. Clear? So this is equation number 1. Okay, അതവിടെ കിടക്കട്ടെ. ഇനി തേർഡ് കേസ് എന്ന് പറയുന്നത് സൾഫറും ഓക്സിജനും തമ്മിൽ ചേർന്നിട്ട് ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. ദാറ്റ് ഈസ് സൾഫർ ഡയോക്സൈഡ്, SO2. ഓക്കെ, ദെൻ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സൾഫർ ഡയോക്സൈഡ് കണ്ടെയ്ൻ 50% ഓഫ് ഓക്സിജൻ. സൾഫർ ഡയോക്സൈഡിൽ എന്താണ് ഓക്സിജന്റെ അളവ് എന്ന് പറയുന്നത് 50%. അപ്പോൾ സൾഫറിന്റെ അളവ് എന്തായിരിക്കും? 50%. ക്ലിയർ? അപ്പോൾ സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഈ രണ്ടുപേരും കോമ്പൗണ്ടിൽ സൾഫറിന്റെ ഓക്സിജന്റെ മാസ് റേഷ്യോ എത്രയായിരിക്കും? 50/50. That is equal to 1/1 is equal to 1. This is equation number 2. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് കേസ് H2S. അതിനകത്ത് നമ്മൾ ഹൈഡ്രജൻ 1 ഗ്രാമിൽ എടുത്തു. അപ്പോൾ സൾഫർ എത്രയാണ്? 50.98 ഗ്രാം നമ്മൾ എടുത്തു. അടുത്ത സെക്കൻഡ് കേസ് H2O, രണ്ടാമത്തെ കോമ്പൗണ്ട്. അവിടെ ഹൈഡ്രജൻ 1 ഗ്രാം എടുക്കുമ്പോൾ ഓക്സിജൻ എത്രയാണ്? 8 ഗ്രാം ഉണ്ട്. ദെൻ ഇവിടെ ഈ ഫസ്റ്റ് കോമ്പൗണ്ടിലെ സൾഫറും സെക്കൻഡ് കോമ്പൗണ്ടിലെ ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ കണ്ടു. ദാറ്റ് ഈസ് 59.8 divided by 8 is approximately equal to 2. ഓക്കെ, ദെൻ ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ സൾഫർ ഡയോക്സൈഡ് അതിനകത്ത് 50% ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് 50/50 1/1 is 1. സോ ഈ 2 എന്ന് പറയുന്നത് ഈ 1ന്റെ ഡബിൾ ആണ്. സോ ഇവർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ ബിറ്റ്വീൻ ദീസ് റേഷ്യോ ഈസ് ഈക്വൽ ടു 2:1. ക്ലിയർ? മനസ്സിലായോ? സോ ദിസ് ഈസ് എ സിമ്പിൾ മൾട്ടിപ്പിൾ റേഷ്യോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷന് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് 4 ചാപ്റ്റർ, മാത്സിൻ്റെ ഫസ്റ്റ് 4 ചാപ്റ്റർ നിങ്ങൾക്ക് DVD രൂപത്തിൽ ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. 9747977418. ഓക്കെ, താങ്ക് യു വാച്ച്. ഹലോ ഫ്രണ്ട്സ്, ക്ലാസ് 11 മാത്സിൻ്റെ ഫസ്റ്റ് 4 ചാപ്റ്ററിൻ്റെ DVD അവൈലബിൾ ആണ്. അപ്പോൾ ഈ DVD വാങ്ങിക്കുന്നവർക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ നെറ്റില്ലാതെ തന്നെ ഈ ക്ലാസ്സുകൾ നമുക്ക് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ TVയിലോ ഇട്ട് കാണാവുന്നതാണ്. എത്ര സമയം വേണമെങ്കിലും കാണാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് 4 ചാപ്റ്ററാണ് നമ്മൾ ഈ ഫസ്റ്റ് വോളിയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തുകൊണ്ട് ഉടൻ തന്നെ ബുക്ക് ചെയ്യുക. താങ്ക് യു.